അടുത്ത ഘട്ടം ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു PYQ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും. കാരണം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി മുതൽ വരുന്ന 2ഉം 3ഉം പ്രിലിംസ് സ്റ്റേജുകളിൽ ചോദിക്കാൻ സാധ്യത ഒരു 90% കൂടുതൽ ഉള്ളതാണ്. അപ്പോൾ ക്ലാസ് എല്ലാ കൂട്ടുകാരും അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ സമവാക്യങ്ങളും. ഒന്നാമത്തെ നോക്കാം. വിദേശത്തു നിന്നുള്ള ഇന്ത്യൻ നിവാസികൾ നേടിയ ഘടക വരുമാനം മൈനസ് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് നൽകുന്ന ഘടക വരുമാനം ഈക്വൽ ടു വിദേശത്തു നിന്നുള്ള മൊത്ത ഘടക വരുമാനം അല്ലെങ്കിൽ NFIA എന്ന് പറയുന്നത്. NFIA. അപ്പൊ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾ പഠിച്ചതാണ്. എന്താണ്? വിദേശത്തു നിന്നുള്ള മൊത്ത ഘടക വരുമാനം അല്ലെങ്കിൽ NFIA എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശത്തു നിന്നുള്ള ഇന്ത്യൻ നിവാസികൾ നേടിയ ഘടക വരുമാനം മൈനസ് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്ക് നൽകുന്ന ഘടക വരുമാനമാണ് NFIA എന്ന് പറയുന്നത്. അപ്പം അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നോക്കാം. GDP പ്ലസ് NFIA ഈക്വൽ ടു GNP ആണ്, അതും ശരിയാണ്. NDP പ്ലസ് മൂല്യതകർച്ച ഈക്വൽ ടു GDP, അതും ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പരോക്ഷ നികുതി മൈനസ് നേരിട്ടുള്ള നികുതി ഈക്വൽ ടു അറ്റ പരോക്ഷ നികുതി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സമവാക്യം. അപ്പോൾ ആൻസർ ഇവിടെ നമ്മളോട് വെച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സമവാക്യം എന്നാണ് വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സമവാക്യം. അപ്പൊ എന്താണ് അറ്റ പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയും. അതായത് NIT എന്ന് പറയും. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അഥവാ NIT എന്ന് പറയുന്നത് അറ്റ പരോക്ഷ നികുതി. അതായത് അറ്റ പരോക്ഷ നികുതി എന്നത് ഒരു രാജ്യം ഈടാക്കുന്ന ആകെ പരോക്ഷ നികുതിയും സർക്കാർ നൽകുന്ന സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോഴേ പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ് അറ്റ പരോക്ഷ നികുതി അഥവാ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം ഈടാക്കുന്ന ആകെ പരോക്ഷ നികുതിയും സർക്കാർ നൽകുന്ന സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു രാജ്യം ഈടാക്കുന്ന ആകെ പരോക്ഷ നികുതിയും സർക്കാർ നൽകുന്ന സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ പരോക്ഷ നികുതി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. അറ്റ പരോക്ഷ നികുതിയുടെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു നോക്കണം. ആകെ പരോക്ഷ നികുതി മൈനസ് സബ്സിഡിയാണ്. ഇതാണോ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്? അല്ലല്ലോ. അപ്പൊ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? അറ്റ പരോക്ഷ നികുതി ഈക്വൽ ടു ആകെ പരോക്ഷ നികുതി മൈനസ് സബ്സിഡിയാണ് കേട്ടോ. അപ്പൊ എന്താണ്? ആകെ പരോക്ഷ നികുതി മൈനസ് സബ്സിഡിയാണ് അറ്റ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പോയിന്റ്സ് കൂടെ ഒന്ന് പഠിച്ചു പോവാം. അതായത് NFIA നമ്മൾ പറഞ്ഞതാണ്. NFIA എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കേട്ടോ. ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാമേ. NFIA എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് അബ്രോഡ് എന്ന് പറയുമ്പോൾ. എന്താണ്? വിദേശമല്ലേ. ആ പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും എന്താണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന സ്വദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വരുമാനം തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, പഠിച്ചു വെക്കണം. എന്താണ്? വിദേശത്ത് ജോലി ചെയ്യുന്ന സ്വദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനം മൈനസ് എന്താണ്? നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വരുമാനം തമ്മിലുള്ള വ്യത്യാസമാണ് NFIA അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്തത്, ഒരു രാജ്യത്തെ പൗരന്മാർ അവർ രാജ്യത്തിനകത്തായാലും പുറത്തായാലും ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പാദനം അഥവാ GNP എന്ന് പറയുന്നത്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ GNP അഥവാ മൊത്ത ദേശീയ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ പൗരന്മാർ അവരെന്താണ്? അകത്തായാലും ശരി പുറത്തായാലും ശരി നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തന്നെയാണല്ലോ. അപ്പൊ എന്താണ്? ഒരു രാജ്യത്തെ പൗരന്മാർ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും
സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് GNP ഈക്വൽ ടു GDP പ്ലസ് വിദേശത്തു നിന്നുള്ള അറ്റാദായം അഥവാ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കാം, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹലനോബിസ് മാതൃക ഉപയോഗിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. രണ്ടാം പഞ്ചവത്സര പദ്ധതി, അതായത് ഘന അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളുടെ നിക്ഷേപമാണ് മഹലനോബിസ് മാതൃകയിൽ അവതരിപ്പിച്ച. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത പരീക്ഷയ്ക്കും പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം പ്രധാന പഞ്ചവത്സര പദ്ധതികളും മാതൃകകളും നോക്കാം. നമുക്കറിയാം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് 1951 മുതൽ 1956 മുതൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയാണ് കാലഘട്ടം. ആ ഒരു മോഡലാണ് ഹരോഡ് ഡോമർ മാതൃകയാണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏതാണ്? ഹരോഡ് ഡോമർ മാതൃകയാണ്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. എന്താണ്? കൃഷി, ജലസേചനം, വൈദ്യുതിയൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയാണ്. 1956 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം വരുന്നത്. ആ ഒരു മാതൃക പറയുന്നത് മഹലനോബിസ് മാതൃകയാണ്. ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചിരിക്കുന്നത്. നെഹ്റു മഹലനോബിസ് മാതൃക എന്നാണ് അത് കോമൺ ആയിട്ട് പറയുന്നത് കേട്ടോ. മഹലനോബിസ് മാതൃക എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്, പക്ഷേ നെഹ്റു മഹലനോബിസ് മാതൃക എന്നും പറയും. അതുപോലെ തന്നെ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് എന്താണ്? വ്യവസായവൽക്കരണമാണ് കേട്ടോ. വ്യവസായവൽക്കരണം അതിനകത്ത് വരുന്നതാണ് ഘന അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളിലെ നിക്ഷേപമൊക്കെയാണ് വരുന്നത്. ഇനി നമ്മുടെ നാലാം പഞ്ചവത്സര പ്രധാനപ്പെട്ടത് മാത്രമാണ് നോക്കുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1969 മുതൽ 1974 വരെയാണ്. അത് അശോക് രുദ്ര, MS മാനെ മാതൃകയാണ്. സ്ഥിരതയുള്ള വളർച്ച, സ്വാശ്രയത്വമൊക്കെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഇത് വരുന്നത്. പിന്നെ എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1992 മുതൽ 97 വരെയാണ്. അത് ജോൺ W മില്ലർ മാതൃക എന്ന് പറയും. മനുഷ്യ വിഭവ ശേഷി വികസനമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലാൻ ഹോളിഡേ എന്താണെന്ന് നോക്കാം. ഈ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 1966 മുതൽ 1969 വരെ ഉള്ള കാലയളവിനെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ഹോളിഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം എന്താണ്? ഹോളിഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവധി എന്നല്ലേ അർത്ഥം. അപ്പൊ നമ്മുടെ ഈ ഒരു പഞ്ചവത്സര പദ്ധതി ഓരോ 5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്, ആ ഒരു പഞ്ചവത്സര പദ്ധതി ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ ഹോളിഡേ എന്ന് പറയുമ്പോൾ അതിനൊരു എന്താണ്? ഒരു അവധി കൊടുക്കുക, പഞ്ചവത്സര പദ്ധതിക്ക് ഒരു അവധി കൊടുക്കുക, അതാണ് പറയുന്നത്. അപ്പൊ എന്താണ് പ്ലാൻ ഹോളിഡേ? 1966 മുതൽ 1969 വരെയുള്ള കാലയളവാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ഇൻഡോ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണമാണ് മൂന്നാം പദ്ധതിക്ക് ശേഷം പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചത് കേട്ടോ. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ് പ്ലാൻ ഹോളിഡേ? എന്താണ്? 1966 മുതൽ 1969 വരെയുള്ള കാലയളവാണ്. എന്താണ് കാരണം? പ്ലാൻ ഹോളിഡേ നടത്താനുള്ള കാരണം എന്താണ്? ഇൻഡോ പാകിസ്ഥാൻ യുദ്ധവും കടുത്ത വരൾച്ചയും കാരണമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ക്ലിയർ ആണ്? അടുത്തത് റോളിംഗ് പ്ലാൻ കേട്ടോ. റോളിംഗ് പ്ലാൻ. അപ്പൊ എന്താണ് റോളിംഗ് പ്ലാൻ? നമുക്കറിയാം, റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ ഡെയിലി ലൈഫ് ചെയ്യുന്നതാണല്ലോ റോള്, പൈസയൊക്കെ റോൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുകയാണേ. അപ്പൊ റോളിംഗ് പ്ലാൻ എന്താണ്? 1978 ജനതാ പാർട്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ കേട്ടോ. അപ്പൊ നമുക്കറിയാം കോൺഗ്രസിന് ശേഷം വന്നൊരു പാർട്ടിയാണ് ജനതാ പാർട്ടി. അപ്പൊ ജനതാ പാർട്ടിയുടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. അപ്പൊ പഠിച്ചു വെക്കണം റോളിംഗ് പ്ലാൻ എന്താണ്, എന്നാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. 1978 ആണ്. അപ്പൊ റോളിംഗ് പ്ലാൻ 1978 ജനതാ പാർട്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇനി അവസാന പഞ്ചവത്സര പദ്ധതിയാണ് സ്ഥിരമായിട്ട് PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ. അവസാന പഞ്ചവത്സര പദ്ധതിയാണ് 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. 12ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2012 മുതൽ 2017 വരെയാണ്. ഇന്ത്യയിലെ അവസാനത്തെ ഔദ്യോഗിക പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് 12ാം പഞ്ചവത്സര പദ്ധതി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. 12ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്താണ്? 2012 മുതൽ 2017 വരെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ അവസാനത്തെ ഔദ്യോഗിക പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇത്.
ഇന്ത്യയിലെ അവസാനത്തെ ഔദ്യോഗിക പഞ്ചവത്സര പദ്ധതിയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. 2014 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയെങ്കിലും പദ്ധതിയുടെ കാലാവധി 2017 വരെ തുടരുന്നു. സ്റ്റേറ്റ്മെന്റ് അടിച്ചു ചോദിക്കാമേ, പഠിച്ചു വെക്കണം. 2014 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയെങ്കിലും പദ്ധതിയുടെ കാലാവധി 2017 വരെ തുടർന്നു. ഈ നമ്മുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. വേഗത്തിലുള്ളതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ചയാണ്. വേഗത്തിലുള്ളതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ചയാണ്. ചിലപ്പോൾ ഓപ്ഷൻസ് നമുക്ക് സ്ഥിരമായിട്ട് ഓപ്ഷൻസ് ഇങ്ങനെയാണ് പറയുന്നത്, സുസ്ഥിര വളർച്ചയാണ് കേട്ടോ, സുസ്ഥിര വളർച്ച. അപ്പോൾ സുസ്ഥിര വളർച്ചയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കറപ്പിച്ചോണം കേട്ടോ. അപ്പോൾ ഇതിന് മുഴുവൻ പ്രധാന ലക്ഷ്യം മുഴുവനായിട്ട് പറയുവാണെങ്കിൽ വേഗതയുള്ളതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ചയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക, സുസ്ഥിരമായിട്ടുള്ള വളർച്ചയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമെന്നും പറയാം കേട്ടോ. ക്ലിയർ ആണ്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. 8.2%. 8.2% ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. തുടക്കത്തിൽ 9% എങ്കിലും പിന്നീട് ഇത് പുതുക്കി 8.2% കുറച്ചു കേട്ടോ, നിശ്ചയിച്ചു. ഇനി നമ്മുടെ ഈ ഒരു 12ാം പഞ്ചവത്സര പദ്ധതി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തല്ലോ. സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ വന്നപ്പോൾ അവരെന്ന് നീതി ആയോഗ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നു. അതാണ് പറയാൻ പോകുന്നത്. നീതി ആയോഗ് 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. ഇതോടെ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കുകയും പകരം ദീർഘകാല കാഴ്ചപ്പാടുള്ള നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണേ. നമുക്കറിയാം ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ എന്നത് ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്, അഥവാ ഇപ്പോൾ നിലവിലെ റഷ്യ അഥവാ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം കോൺഗ്രസിന് ശേഷം വന്ന ഗവൺമെന്റ് ആരാണ്? ഇപ്പം BJP സർക്കാരല്ലേ. BJP സർക്കാർ എന്ന് പറയുമ്പോൾ അവരൊന്നും കുറച്ചുകൂടെ അവർ ഇന്ത്യയെ പോലും അവർ ഭാരതം എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മുടെ ഒരു സ്വാശ്രയത്വത്തെ അവർ കുറച്ചുകൂടെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ വിദേശ ഒരു പ്ലാനിംഗ് ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയെ മാറ്റിവെച്ച് നീതി ആയോഗ് എന്ന് പറഞ്ഞ സംവിധാനത്തെ കൊണ്ടുവന്നു. അപ്പം നീതി ആയോഗ് അപ്പോൾ പഠിച്ചു വെക്കണം. നീതി ആയോഗ് 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു. ഇതോടെ പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കുകയും പകരം ദീർഘകാല കാഴ്ചപ്പാടുള്ള നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് നീതി ആയോഗിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഞാൻ ഉറപ്പ് നൽകുന്നു ഒരു ചോദ്യം നീതി ആയോഗിൽ നിന്ന് ഉറപ്പായിട്ട് വരും. അപ്പോൾ നമുക്ക് നീതി ആയോഗിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് പെട്ടെന്ന് തന്നെ പഠിച്ചങ്ങ് പോകാം. അപ്പൊ നീതി ആയോഗ് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇനി നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അത് കണക്ട് ചെയ്യാമല്ലോ എല്ലാവർക്കും. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ട് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു നോക്കണം. നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഒന്നാമത്തേത് സഹകരണ ഫെഡറലിസം കേട്ടോ. സഹകരണ ഫെഡറലിസം, അതായത് സംസ്ഥാനങ്ങളെ നയരൂപീകരണത്തിൽ പങ്കാളികളാക്കുക. അപ്പോൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ലക്ഷ്യം ഏതാണ്? സഹകരണ ഫെഡറലിസം അഥവാ സംസ്ഥാനങ്ങളെ നയരൂപീകരണത്തിൽ പങ്കാളികൾ ആക്കുക. ഇനി രണ്ടാമത്തെ പ്രധാന ലക്ഷ്യമാണ് താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണം. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആരംഭിച്ച് അവ ക്രമേണ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ പഠിച്ചു വെക്കണം. താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണം ബോട്ടം അപ്രോച്ച് എന്ന് പറയും. താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണം ഗ്രാമതലത്തിൽ പദ്ധതികൾ ആരംഭിച്ച് അവ ക്രമേണ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കുക. മൂന്നാമത്തെ ലക്ഷ്യമാണ് ദേശീയ സുരക്ഷ. സാമ്പത്തിക നയങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ കൂടി ഉൾച്ചേർക്കുക. അപ്പോൾ പഠിച്ചു വെക്കണം. മൂന്നാമത്തെ പ്രധാന ലക്ഷ്യമാണ് ദേശീയ സുരക്ഷ. എന്താണ്? സാമ്പത്തിക നയങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ കൂടി ഉൾച്ചേർക്കുക. നാലാമത്തെയാണ് വിജ്ഞാന കേന്ദ്രം.
വിജ്ഞാന കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാധുനികമായ ഗവേഷണങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയും സർക്കാരിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക. നാലാമത്തെ ഏതാണ്? വിജ്ഞാന കേന്ദ്രം. അത്യാധുനികമായ ഗവേഷണങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയും സർക്കാരിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക എന്നതാണ്. ഉറപ്പിച്ചോളൂ, 1 മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പിച്ചോളൂ, ഇതങ്ങ് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം. ഈ നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ അങ്ങ് കണക്ട് ചെയ്ത് പഠിച്ചു പോകണം. നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സഹകരണ ഫെഡറലിസം. സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളെ നയരൂപീകരണത്തിൽ പങ്കാളികളാക്കുക. രണ്ടാമത്തേത് താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണം. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആരംഭിച്ച് അവ ക്രമേണ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുക. മൂന്നാമത്തേത് ദേശീയ സുരക്ഷ എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തിക നയങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ കൂടി ചേർക്കുക. നാലാമത്തെ ലക്ഷ്യം ഏതാണ്? വിജ്ഞാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാധുനികമായ ഗവേഷണങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളിലൂടെയും സർക്കാരിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക എന്നാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നീതി ആയോഗിന്റെ ഇതിന്റെ ഒരു ഘടന അഥവാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, CEO, അതുപോലെ തന്നെ ഗവേണിംഗ് കൗൺസിൽ എന്നാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. അപ്പം നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആണ് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ ചെയർപേഴ്സൺ, രണ്ടാമത്തെ ചെയർപേഴ്സൺ എന്നൊന്നും നീതി ആയോഗിനില്ല. കാര്യം എന്താണ്? നീതി ആയോഗ് വന്നതിന് BJP ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് വന്നത്. 2015 2015 തൊട്ട് ഇപ്പോൾ വരെയും എന്താണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ്, നിലവിലെ പ്രധാനമന്ത്രിയാണ്. ഇനി അഥവാ നരേന്ദ്രമോദി മാറുവാണെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന സാമ്പത്തിക വിദഗ്ധനായിരിക്കും കേട്ടോ. പഠിച്ചു വെക്കണേ, നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന സാമ്പത്തിക വിദഗ്ധൻ ആയിരിക്കും നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. ഇനി നീതി ആയോഗിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് വരുന്നത് ഭരണനിർവഹണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. നീതി ആയോഗിന്റെ CEO ആരായിരിക്കും? ഭരണനിർവഹണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. ഒന്നുകൂടെ പറയാം, നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പ്രധാനമന്ത്രി, വൈസ് ചെയർപേഴ്സൺ പ്രധാനമന്ത്രി നിയമിക്കുന്ന സാമ്പത്തിക വിദഗ്ധൻ, അതുപോലെ തന്നെ നീതി ആയോഗിന്റെ CEO ആയിട്ട് വരുന്നത് ഭരണനിർവഹണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. ഇനി നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലുണ്ട്. നീതി ആയോഗിന് ഗവേണിംഗ് കൗൺസിലുണ്ട്. ആ കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനന്റ് ഗവർണർമാരുമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനന്റ് ഗവർണർമാരുമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലെഫ്റ്റനന്റ് ഗവർണർമാരുമാണ് നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിലെ അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നീതി ആയോഗിന്റെ ഘടന അഥവാ സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന്. ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർപേഴ്സൺ കേട്ടോ. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ്. അതുപോലെ നീതി ആയോഗിന്റെ ആദ്യ CEO ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധു ശ്രീ ഗുള്ളറാണ് കേട്ടോ. ഗുള്ളാന്നേ എഴുതിയിട്ടുള്ളൂ, ഗുള്ളർ എന്നങ്ങ് പഠിച്ചോണേ. അപ്പൊ സിന്ധു ശ്രീ ഗുള്ളറാണ് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ ആദ്യ CEO അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സിന്ധു ശ്രീ ഗുള്ളറാണ്. അതോടൊപ്പം തന്നെ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർപേഴ്സൺ ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. റീസെന്റ് ആയിട്ട് നടന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, ലാസ്റ്റ് മന്ത് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്. ചിലപ്പോൾ CA പാർട്ടി അഥവാ കറണ്ട് അഫയേഴ്സ് പാർട്ടിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരിയാണ്. അതോടൊപ്പം തന്നെ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. അശോക് കുമാർ ലാഹിരിയാണ്. അതുപോലെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയാണ്. നീതി ആയോഗിന്റെ നിലവിലെ ഇടക്കാല CEO അഥവാ നിലവിലെ CEO ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. നീതി ചിബ്ബറാണ് കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയതാണ്. നീതി ചിബ്ബറാണ് കേട്ടോ. അപ്പം നിങ്ങൾ ക്ലാസ് കാണുന്ന കൂട്ടുകാർ ഒന്ന് എവിടെയെങ്കിലും എഴുതി വെക്കണം കേട്ടോ. നീതി ചിബ്ബറാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, നീതി ചിബ്ബറാണ്. നീതി ചിബ്ബറിനെ ഇടക്കാല ചുമതല എന്ന രീതിയിലാണ് നിലവിലെ CEO കേട്ടോ. ഞാൻ ഒരു മിനിറ്റ് നോക്കട്ടെ.
യെസ്, പഠിച്ചു നോക്കണം. നീതി ആയോഗിന്റെ നിലവിലെ CEO ആണ് നീതി ചിബ്ബർ കേട്ടോ. അതായത് ഇടക്കാല CEO ആയിട്ടാണ് ഇവരെ നിയമിച്ചത്, നീതി ചിബ്ബറിനെ നിയമിച്ചത്. അവർക്കൊരു അധിക ചുമതല എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒന്നുകൂടെ പറയാം. നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ അരവിന്ദ് പനഗിരിയ, നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ അരവിന്ദ് പനഗിരിയ, നീതി ആയോഗിന്റെ ആദ്യ CEO സിന്ധുശ്രീ ഗുള്ളർ, നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി, നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? നിലവിലെ ഇടക്കാല CEO ആരാണ്? നീതി ചിബ്ബറാണ് കേട്ടോ, നീതി ചിബ്ബറാണ്, മറക്കരുതേ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോടൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികളുണ്ട്. ഏതൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ 2 തരം ആദായ നികുതികളുണ്ട്. ഏതൊക്കെയാണ് ആദായ നികുതികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും കേട്ടോ. ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ നികുതി വ്യവസായത്തെ പ്രധാനമായും നേരിട്ടുള്ള നികുതി ഡയറക്റ്റ് ടാക്സ് എന്നും പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് ടാക്സ് എന്നും 2ആയി തരംതിരിക്കാം. ഇതിൽ ആദായ നികുതി വരുന്നത് നേരിട്ടുള്ള നികുതി വിഭാഗത്തിലാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. നമ്മൾ ഈ ടാക്സിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ നികുതി വ്യവസായം ടാക്സിനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സ് എന്നും, ഡയറക്റ്റ് ടാക്സ് പഠിക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ് എന്നും, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും 2 രീതിയിൽ തരംതിരിക്കാം. അതായത് നേരിട്ടുള്ള നികുതിയാണ് ഡയറക്റ്റ് ടാക്സും, അതുപോലെ തന്നെ പരോക്ഷ നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് കേട്ടോ. പരോക്ഷ നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും 2ആയിട്ട് തരംതിരിക്കാം. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദായ നികുതികളാണ്. ആദായ നികുതി വരുന്നത് നേരിട്ടുള്ള ടാക്സിൽ നിന്നാണ്. അതായത് ഡയറക്റ്റ് ടാക്സിന്റെ വിഭാഗത്തിൽ പെടുന്നതാണ് ആദായ നികുതി. ആദായ നികുതി വരുന്നത് നേരിട്ടുള്ള നികുതി അഥവാ ഡയറക്റ്റ് ടാക്സിലാണ് വരുന്നത്. നമുക്കിനി നോക്കാം. നമ്മൾ ആൻസർ ഏതൊക്കെയാണ്? വ്യക്തിഗത നികുതിയും കോർപ്പറേഷൻ നികുതിയും അല്ലെ ആദായ നികുതികൾ എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദായ നികുതി എന്താണെന്ന് നോക്കാം. പേഴ്സണൽ ഇൻകം ടാക്സ് കേട്ടോ. വ്യക്തിഗത ആദായ നികുതി എന്താണ്? പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി അഥവാ പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശമ്പളം, വാടക, ബിസിനസ് ലാഭം തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനൊക്കെ ഒരു ടാക്സ് പോകത്തില്ലേ, ഇൻകം ടാക്സ് ആയിട്ട് പോകത്തില്ലേ. അതുപോലെ തന്നെ വാടക വിഭാഗത്തിൽ നിന്ന് ഇൻകം ടാക്സ് പോവും. ബിസിനസ് നടത്തുന്നവരാണ് അവരുടെ ബിസിനസ് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ഒരു നിശ്ചിത ശതമാനം ഇൻകം ടാക്സ് ആയിട്ട് പോകുന്നതാണ്, പേഴ്സണൽ ഇൻകം ടാക്സ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. വ്യക്തിഗത ആദായ നികുതി പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ്. ശമ്പളം, വാടക, ബിസിനസ് ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി കോർപ്പറേഷൻ നികുതി അഥവാ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവരുടെ ലാഭത്തിന്മേൽ സർക്കാരിലേക്ക് അടക്കേണ്ട നികുതിയാണ് കേട്ടോ കോർപ്പറേഷൻ ടാക്സ്. അപ്പോൾ നമുക്കറിയാം ഈ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ് പറയുന്നത് നമുക്ക് പേഴ്സണലായിട്ട് വരുന്ന ശമ്പളത്തിൽ നിന്ന് നമ്മൾ പേഴ്സണലായിട്ട് നടത്തുന്ന ബിസിനസ്സിൽ നിന്നൊക്കെ വാർഷികത്തിൽ അടക്കേണ്ടി വരുന്ന ടാക്സ് ആണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനികൾ, നമ്മളൊരു കമ്പനി റൺ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ലാഭത്തിന്മേൽ സർക്കാരിലേക്ക് അയക്കേണ്ട നികുതിയാണ് കോർപ്പറേഷൻ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു നോക്കണം. കോർപ്പറേഷൻ നികുതി അഥവാ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവരുടെ ലാഭത്തിന്മേൽ സർക്കാരിലേക്ക് അടക്കേണ്ട നികുതിയാണ് കോർപ്പറേഷൻ നികുതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പം നികുതികളെ കുറിച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നികുതി എന്ന് പറയുന്ന സംഭവം, നികുതി ചുമത്തുന്നത് ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നികുതി ചുമത്തുന്നത് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് കേട്ടോ. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT എന്ന് പറയുന്നത് നേരിട്ടുള്ള നികുതികൾ കൈകാര്യം ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നേരിട്ടുള്ള നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് നികുതി ചുമത്തുന്നത് ഏത് വകുപ്പാണെന്ന് ചോദിക്കാം. അപ്പം ഏത് വകുപ്പാണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT ആണ് നേരിട്ടുള്ള നികുതി. ഡയറക്റ്റ് ടാക്സ് ചുമത്തുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്.
അപ്പോൾ പഠിച്ചു നോക്കണം. ഇനി നമ്മൾ ആദായ നികുതി നിയമത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ആദായ നികുതി നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് 1961 ആദായ നികുതി നിയമം ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ്. അതുപോലെ തന്നെ മറ്റ് നേരിട്ടുള്ള നികുതികൾ ഏതൊക്കെയാണ്, മറ്റു ഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുൻപ് നിലവിലുണ്ടായിരുന്ന സമ്പദ് നികുതിയുടെ വെൽത്ത് ടാക്സ് കേട്ടോ, അതായത് വെൽത്ത് ടാക്സ്, സമ്മാന നികുതികൾ, ഗിഫ്റ്റ് ടാക്സ് എന്നിവയും നേരിട്ടുള്ള നികുതിയുടെ പരിധിയിൽ വരുന്നവയായിരുന്നു. ഇപ്പോൾ ഇവയിൽ പലതും നിർത്തലാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താണ്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് ടാക്സ് ആണ്, നേരിട്ടുള്ള നികുതിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരോക്ഷ നികുതിയാണ്, അതായത് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി. എന്താണെന്ന് നോക്കാം. ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ചുമത്തുന്ന നികുതിയാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാമേ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ചുമത്തുന്ന നികുതി ഏതാണെന്ന് ചോദിക്കാം, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, പഠിച്ചു നോക്കണം. പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ചുമത്തുന്ന നികുതിയാണ് പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതിയാണ് GST കേട്ടോ. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതിയാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാം GST പരോക്ഷ നികുതിയാണോ അതോ നേരിട്ടുള്ള നികുതിയാണോ എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. എങ്ങനെ, ഏതാണ് GST എന്ന് പറയുന്നത്? നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് GST കുറിച്ച് ജസ്റ്റ് നോക്കിപ്പോവാം. GST അഥവാ ചരക്ക് സേവന നികുതിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇന്ത്യയിലെ പരോക്ഷ നികുതി ഘടനയിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ സംവിധാനമാണ്. പഠിച്ചു നോക്കണേ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, GSTയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പഠിച്ചു നോക്കണം. ഇന്ത്യയിലെ പരോക്ഷ നികുതി ഘടനയിൽ അഥവാ ഇന്ത്യയിലെ ഇൻഡയറക്റ്റ് ടാക്സ് ഘടനയിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ സംവിധാനമാണ് GST എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി എന്നാണ് GST നടപ്പിലാക്കിയത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2017 ജൂലൈ 1 കേട്ടോ. പഠിച്ചു നോക്കണേ. 2017 ജൂലൈ 1 GST നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ GST ദിനമായി ആചരിക്കുന്നത് ജൂലൈ 1 കേട്ടോ. അപ്പൊ നമുക്ക് പഠിച്ചു നോക്കണം. ഇപ്പോഴേ പഠിച്ചങ്ങ് പോകണം. പഠിച്ചിട്ടില്ലാത്തവരാണ് ഇപ്പോഴേ പഠിച്ചു പോകണം. 2017 ജൂലൈ 1 GST നടപ്പിലാക്കിയത്. ജൂലൈ 1 നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ ജൂലൈ 1 എന്ന് പറയുന്നത് ഇന്ത്യയിൽ GST ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് കേട്ടോ. GST ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് ആദ്യമായിട്ട് GST വന്നത് എവിടെയാണ്? ലോകത്ത് ആദ്യമായിട്ട് GST വന്നത് കാനഡയിലാണ് കേട്ടോ. ഫ്രാൻസിലാണ് ലോകത്ത് ആദ്യമായിട്ട് GST വന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പിന്തുടരുന്ന GST മാതൃക എന്ന് പറഞ്ഞാൽ ഇരട്ട GST മാതൃകയാണ് അഥവാ ഡുവൽ GST മാതൃകയാണ്. നമുക്ക് ഫെഡറൽ സിസ്റ്റമായിട്ട് എന്താണ്, സംസ്ഥാനവും കേന്ദ്ര സർക്കാരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇരട്ട GST മാതൃകയാണ് നമ്മൾ പിന്തുടരുന്നത് അഥവാ ഡുവൽ GST മാതൃകയാണ്. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് ഡുവൽ GST മാതൃക ആരംഭിച്ച രാജ്യം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. കാനഡയാണ് കേട്ടോ. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പിലാക്കിയത് ഫ്രാൻസ് ആണെങ്കിൽ ലോകത്ത് ആദ്യമായി ഡുവൽ GST ഇരട്ട GST മാതൃക ആരംഭിച്ച രാജ്യം കാനഡയാണ്. അപ്പോൾ ഇന്ത്യ പിന്തുടരുന്ന GST മാതൃക ഡുവൽ GST ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാനഡയെ ഫോളോ ചെയ്താണ് നമ്മൾ എന്താണ് കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തെ മാതൃകയാക്കിയാണ് ഇവിടെ GST നടപ്പിലാക്കുന്നത്. കാരണം എന്താണ്, നമ്മൾ നടപ്പിലാക്കുന്ന മാതൃകയാണ് ഡുവൽ GST മാതൃക കേട്ടോ. പഠിച്ചു നോക്കണേ. അതുപോലെ തന്നെ GST വരാനിടയായ ഭരണഘടനാ ഭേദഗതി, GST നിയമം വരാനിടയായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 101 ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. അതായത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 122 ഭേദഗതി ബില്ല് പ്രകാരം 101 ഭേദഗതി ആട്ടോ. പഠിച്ചു വെക്കണം. GST നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് സ്ഥിരമായിട്ട് PSC പരീക്ഷയോട് ചോദിക്കുന്നതാണ്. 101 ഭേദഗതി നിയമപ്രകാരമാണ് എന്താണ് GST നിലവിൽ വന്നത്. അതുപോലെ തന്നെ 122 ഭേദഗതി ബില്ലായിരുന്നു GST. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യം അംഗീകരിച്ച സംസ്ഥാനം ഏതാണ്? അതായത് GST ആദ്യം അംഗീകരിച്ച സംസ്ഥാനം അസമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ GST ആദ്യമായി അംഗീകരിച്ച സംസ്ഥാനം അസമാണ്. ഇനി നമ്മുടെ GST കുറിച്ച് പറയാം. നമ്മുടെ GST കുറിച്ച് പറയാം. GST
GST പ്രധാനമായും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. CGST, SGST, IGST. അത് എത്രയേ ഉള്ളൂ. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ GST ആണ് കേട്ടോ. CGST എന്താണ്? പേര് കേൾക്കുമ്പോഴേ അറിയാം, സെൻട്രൽ GST ആണ്. കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതിയാണ് CGST എന്ന് പറയുന്നത്. ഇനി SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST ആണ് കേട്ടോ. സ്റ്റേറ്റ് GST ആണ്. സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതിയാണ് സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്, നമുക്കറിയാലോ. പിന്നെ എന്ന് പറഞ്ഞാൽ IGST ആയിരിക്കും കൺഫ്യൂഷൻ ഉള്ളത്. അതായത് ഇന്റഗ്രേറ്റഡ് GST ആണ്. ഇന്റഗ്രേറ്റഡ് GST ആണ് കേട്ടോ. അതായത് അന്തർ സംസ്ഥാന, അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് കേന്ദ്ര ചുമത്തുന്ന നികുതിയാണ് കേട്ടോ. ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഒക്കെ GST വരുന്ന GST ആണ് IGST എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. IGST എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് GST ആണ്. എന്താണ്? അന്തർ സംസ്ഥാന, അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് കേന്ദ്രം ചുമത്തുന്ന നികുതിയാണ് IGST അഥവാ ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. എന്താണ്? GSTയെ പ്രധാനമായി മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? CGST സെൻട്രൽ GST, കേന്ദ്രം ചുമത്തുന്ന നികുതിയും, അതുപോലെ തന്നെ SGST സ്റ്റേറ്റ് GST സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതി. മൂന്നാമത്തെ ഏതാണ്? IGST ഇന്റഗ്രേറ്റഡ് GST, അതായത് അന്തർ സംസ്ഥാന, രണ്ട് സംസ്ഥാനങ്ങൾക്ക് തമ്മിലുള്ള വ്യാപാരത്തിന് കേന്ദ്രം ചുമത്തുന്ന നികുതിയാണ്. ഇത് നമ്മുടെ ഇറക്കുമതി കയറ്റുമതിയൊക്കെ വരുന്നത് IGST ആണ് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ GST പുതിയ സ്ലാബ് പ്രഖ്യാപിച്ചു. അതായത് 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്ന GST ഘടന ലളിതമാക്കാൻ ഉദ്ദേശിച്ചുള്ള സമഗ്രമായ പരിഷ്കരണമാണ് GST 2.0 കേട്ടോ. അപ്പൊ GST ഒന്ന് പരിഷ്കരിച്ചാണ് ഈ അടുത്തിടെ. അതായത് എന്നാ ചോദിക്കാം, GSTയുടെ പുതിയ സമഗ്രമായ പരിഷ്കരണത്തെയാണ് GST 2.0 എന്ന് പറയുന്നത്. അപ്പൊ GST 2.0 പ്രാബല്യത്തിൽ വന്ന ദിവസം ഏതാണെന്ന് ചോദിക്കാം. 2025 സെപ്റ്റംബർ 22 മുതലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വന്ന GST ലളിതമാക്കാൻ ഉദ്ദേശിച്ചുള്ള സമഗ്രമായ പരിഷ്കരണമാണ് GST 2.0. അപ്പോൾ പഠിച്ചു നോക്കണം. GST 2.0 നിലവിൽ വന്നത് എന്ന് മുതലാണ്? 2025 സെപ്റ്റംബർ 22 കേട്ടോ. 2025 സെപ്റ്റംബർ 22 പരീക്ഷയ്ക്ക് ചോദിക്കാമേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു GST ലളിതമാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള സമഗ്രമായിട്ടുള്ള പരിഷ്കരണമാണല്ലോ GST 2.0. അപ്പൊ GST 2.0 പ്രകാരം നമ്മുടെ സ്ലാബുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 4 സ്ലാബുകളായിരുന്നു GSTയിൽ ഉണ്ടായിരുന്നത്. പകരം ഈ 4 സ്ലാബുകൾക്ക് പകരം പ്രധാനമായിട്ടും 5%, 18% സ്ലാബുകളാണ് ഇപ്പം നിലവിലുള്ള GST സ്ലാബുകൾ ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് വയ്ക്കാം. 5%, 18% നികുതി സ്ലാബുകളാണ് GSTക്കുള്ളത് കേട്ടോ. അതാണ് പറയുന്നത്. 4 സ്ലാബുകൾക്ക് പകരം പ്രധാനമായും 5%, 18% ഉള്ള 2 ടയർ ഘടനയാണ് ഇപ്പോൾ നിലവിലുള്ള സ്ട്രക്ചറാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേക GST സ്ലാബുകൂടെ വന്നിട്ടുണ്ട്. അതായത് ആഡംബര പുകയില ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് 40% വരെ ഡീമെറിറ്റ് നികുതിയാണ്. അതായത് 40% എന്താണ് ആഡംബര ടാക്സ് ആണ് കേട്ടോ. ആഡംബര ടാക്സും വന്നിട്ടുണ്ട് 40%. അത് നമുക്ക് ആഡംബരമായിട്ടുള്ള വണ്ടികൾ, ആഡംബര പുകയില ഉൽപ്പന്നങ്ങൾക്കൊക്കെ 40% പ്രത്യേക GST വിഭാഗം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ് കേട്ടോ. മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ധനനയത്തിന്റെ മോണിറ്ററി പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പഠിച്ചു നോക്കണേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധനനയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് വ്യവസ്ഥയിലെ പണലഭ്യത നിയന്ത്രിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സമ്പത്ത് വ്യവസ്ഥയിൽ, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധനനയത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ, ധനനയം. അപ്പൊ ആ ധനനയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് വ്യവസ്ഥയിലെ പണലഭ്യത, ലിക്വിഡിറ്റി എന്ന് പറയും. സമ്പത്ത് വ്യവസ്ഥയിലെ പണലഭ്യത നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ഒരു പ്രവർത്തന രീതികൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രവർത്തന രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിപണിയിൽ പണം കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് RBI സെക്യൂരിറ്റികൾ
സെക്യൂരിറ്റികൾ വിൽക്കുന്നു. ഇത് വിപണിയിലെ പണം RBIയിലേക്ക് തിരിച്ചു എത്താൻ സഹായിക്കുന്നു. അപ്പൊ എന്താണ് ആദ്യത്തെ പ്രവർത്തനം? എന്താണ്? വിപണിയിൽ പണം കൂടുതലാണെങ്കിൽ RBI സെക്യൂരിറ്റികൾ വിൽക്കുന്നു. ഇത് വിപണിയിലെ പണം RBIയിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ് വിപണിയിൽ പണലഭ്യത കുറവാണെങ്കിൽ എന്താണ് റിസഷൻ എന്ന് പറയും സമയത്ത് കേട്ടോ. അതായത് വിപണിയിൽ പണലഭ്യത കുറവാണെങ്കിൽ RBI സെക്യൂരിറ്റികൾ തിരികെ വാങ്ങുന്നു. ഇത് വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം എന്തൊക്കെയാണ്. വിപണിയിൽ പണം കൂടുതലാണ്. വിപണിയിൽ പണം കൂടുതലാണെങ്കിൽ സെക്യൂരിറ്റികൾ വിൽക്കുന്നു. ഇത് വിപണിയിലെ പണം RBIയിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്നു. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? വിപണിയിൽ പണലഭ്യത കുറവാണെങ്കിൽ RBI സെക്യൂരിറ്റികൾ തിരികെ വാങ്ങുന്നു. ഇത് വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നു. ക്ലിയർ ആണേ? ഇനി സെക്യൂരിറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, ട്രഷറി ബില്ലുകൾ എന്നിവയാണ് പ്രധാനമായും ഇതിനായി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റികളായിട്ട് ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികൾ, ട്രഷറി ബില്ലുകൾ എന്നിവയാണ് പ്രധാനമായും ഇതിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ധനനയത്തിന്റെ മറ്റു ഉപകരണങ്ങളാണ് ബാങ്ക് നിരക്ക്, റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, CRR, അതുപോലെ തന്നെ SLR എന്നിവയൊക്കെയാണ് RBIയുടെ പ്രധാന ധനനയ ഉപകരണങ്ങളായിട്ട് വരുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം RBIയുടെ പ്രധാന ധനനയ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ് അഥവാ ബാങ്ക് നിരക്ക്, റിപ്പോ റേറ്റ്, റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ നിരക്ക്, CRR, അതുപോലെ തന്നെ SLR ഒക്കെയാണ് എന്നിവയാണ് RBIയുടെ മറ്റ് പ്രധാന ധന ഉപകരണങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ് വരുന്നത്. എല്ലാ ഉപഭോക്തൃ അവകാശങ്ങളായിട്ടാണ് വരുന്നത് കേട്ടോ. അതായത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ആണ് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ് നിലവിലെ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമമായിട്ട് വരുന്നത്. ഇത് നിലവിൽ വന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. 1986 പഴയ നിയമത്തിന് പകരമായി 2020 ജൂലൈ 20 മുതലാണ് ഈ പുതിയ 2019 നിയമം വന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 1986 പഴയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായിട്ട് 2020 ജൂലൈ 20 കേട്ടോ. പഠിക്കാൻ എളുപ്പമുള്ളൂ. 2020 ജൂലൈ 20 നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ പ്രാബല്യത്തിൽ വന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം 6 മൗലിക അവകാശങ്ങളാണ് ഒരു കൺസ്യൂമർക്കുള്ളത്, അതായത് എന്താണ് ഉപഭോക്താവിന് ഉള്ളത്. ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അതായത് ജീവനും സ്വത്തിനും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തെയാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. 2, വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം, അളവ്, ശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം. അതാണ് വിവരങ്ങൾ അറിയാനുള്ള അവകാശം. നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണ് അതിൻ്റെ ഗുണനിലവാരം, അളവ്, ശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അധികാരം എന്താണ് നമുക്കുള്ളൊരു അവകാശമുണ്ട്, ഉപഭോക്താവിന് ഉണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെയാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേട്ടോ. തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അതായത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേട്ടോ. അപ്പം നമുക്കത് ഉപഭോക്താവിനുണ്ടല്ലോ. കാരണം സിമ്പിളായിട്ട് പറയുകയാണെന്നാണ്, നമ്മളൊരു ഷർട്ട് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഒരു അവകാശം ഉണ്ടല്ലോ. നമ്മൾ അല്ലെങ്കിൽ എന്താണ് ആ കടക്കാരൻ എന്ത് തോന്നുന്നു പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ എടുക്കുന്നത്. അത് നമുക്കത് പോയി നോക്കാനും അത് ചെക്ക് ചെയ്യാനും, ചെക്ക് ചെയ്ത് നമുക്ക് അനുയോജ്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അതെന്താണ്? അത് നമ്മുടെ ഒരു അവകാശമാണ് കേട്ടോ. അത് അവരുടെ ജോലിയുമാണ്, നമ്മുടെ ഒരു അവകാശവുമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശവും നമുക്കുണ്ട്. അതാണ് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അതായത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇനി നാലാമത്തെയാണ് കേൾക്കാനുള്ള അവകാശം. ഉപഭോക്താക്കളുടെ പരാതി ഉചിതമായ ഫോറങ്ങളിൽ പരിഗണിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കൽ കേട്ടോ. അതാണ് കേൾക്കാനുള്ള അവകാശങ്ങൾ കേട്ടോ. പഠിച്ചു വെക്കണം. കേൾക്കാനുള്ള അവകാശം എന്താണത്? അങ്ങനെ പറഞ്ഞാൽ എന്താണ്?
കേൾക്കാനുള്ള അവകാശം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താക്കളുടെ പരാതികൾ ഉചിതമായ ഫോറങ്ങളിൽ പരിഗണിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കലാണ്. ഇനി 5-ാമത്തേതാണ് പരിഹാരം തേടാനുള്ള അവകാശം. പരിഹാരം അതായത് അന്യായമായ വ്യാപാര രീതികൾക്കെതിരെ പരിഹാരം കണ്ടെത്താനുള്ള അവകാശമാണ് കേട്ടോ. അതാണ് പരിഹാരം തേടാനുള്ള അവകാശം. ഇനി 6-ാമത്തെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവ് നേടാനുള്ള അവസരമാണ്. ഇത്രയും അവകാശങ്ങളില്ലേ, അതായത് അതിനെക്കുറിച്ച് അറിവ് നേടാനുള്ള അവസരത്തെയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അതുപോലെ തന്നെ CCPA അതുകൂടെ നടന്നിരിക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, അതായത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി ഈ നിയമപ്രകാരം ഒരു കേന്ദ്ര അതോറിറ്റിയെ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഈ 2019 നിയമപ്രകാരം വന്നതാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ഓൺലൈൻ ഇടപാടുകളെയും ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു എന്നത് 2019 നിയമത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. നേരത്തെ നമുക്ക് എന്താണ് 2019 മുമ്പ് നമ്മൾ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു. എന്നാൽ ഈ ഒരു പുതിയ അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ട് 2019 വന്നതിന് ശേഷം എന്താണ്, നമുക്ക് ഓൺലൈനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുവാണെങ്കിലും ആ പ്രൊഡക്റ്റിന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ വാറണ്ടി പീരീഡിന് മുമ്പ് അത് കംപ്ലൈന്റോ വല്ലതും വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് 2019 നിയമപ്രകാരം. പഠിച്ചു വെക്കണം. കൊമേഴ്സ് ഓൺലൈൻ ഇടപാടുകളെയും ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നത് 2019 നിയമത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നിയമത്തിൽ തർക്ക പരിഹാര സംവിധാനങ്ങളുണ്ട്. അത് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള കമ്മീഷനുകളുടെ സാമ്പത്തിക പരിധി അനുസരിച്ച് ഈ നിയമത്തിലൂടെ പരിഷ്കരിച്ചു കേട്ടോ. അപ്പം നമുക്കറിയാം ഈ ഒരു ഞാൻ അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും നമ്മൾ ജില്ലാ തലത്തിൽ നമ്മൾ തർക്ക പരിഹാര സംവിധാനം, നമ്മൾ ചെറിയ പ്രൊഡക്റ്റുകളാണ് ജില്ലാ തലത്തിൽ പോകും, അതിനെക്കൊണ്ട് കുറച്ചുകൂടെ മുകളിലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ സംസ്ഥാന തലം, അങ്ങനെയാണ് ദേശീയ തലം. അതാണ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലുള്ള കമ്മീഷനുകളുടെ സാമ്പത്തിക പരിധി ഈ നിയമത്തിലൂടെ പരിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. അതാണ് തർക്ക പരിഹാര സംവിധാനങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്താണ് എന്നാണ് ചോദിച്ചത്. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭൂഗർഭ ജല റീചാർജും മണ്ണ് സംരക്ഷണം മെച്ചപ്പെടുത്തുക. ഓപ്ഷൻസ് നോക്കി തന്നെ അറിയാലല്ലേ. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഭൂഗർഭ ജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക എന്നാണ്. അപ്പം ഇതിന്റെ ഒരു നീർത്തട പരിപാലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നീർത്തട പരിപാലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മണ്ണൊലിപ്പ് തടയുകയും മണ്ണിലെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുക. മണ്ണൊലിപ്പ് തടയുകയും മണ്ണിലെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുക. മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭ ജല വിതാനം ഉയർത്തുക. മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭ ജല വിതാനം ഉയർത്തുക. പ്രദേശത്തെ സസ്യജാലങ്ങളുടെ വളർച്ച മെച്ചപ്പെടുത്തുക. പ്രദേശത്തെ സസ്യജാലങ്ങളുടെ വളർച്ച മെച്ചപ്പെടുത്തുക. ജലലഭ്യത ഉറപ്പാക്കി കൃഷി പ്രോത്സാഹിപ്പിക്കുക. ജലലഭ്യത ഉറപ്പാക്കി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ഇത്രയുമാണ് നമ്മുടെ നീർത്തട പരിപാലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് ഉള്ളവ കേട്ടോ. അതൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത ഏതാണെന്ന്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്ന് വേർതിരിക്കുന്ന സവിശേഷത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശമാണ് കേട്ടോ. അപ്പോൾ സവിശേഷത ഏതാണ്? വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശമാണ്. അതായത് ഇന്ത്യയിലെ സുരക്ഷാ പദ്ധതികളായിട്ട് വരുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് EPF, ESI എന്നിവ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് ഉദാഹരണങ്ങളാണ്. അതുകൂടാതെ തന്നെ സൗജന്യ റേഷൻ, സ്കോളർഷിപ്പുകൾ തുടങ്ങിയവ സാമൂഹ്യ ക്ഷേമ പദ്ധതികളും ഉൾപ്പെടുന്നു കേട്ടോ. അപ്പൊ സൗജന്യ റേഷനും സ്കോളർഷിപ്പുകളും ഒക്കെ എന്താണ്? സാമൂഹ്യ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത്. എന്താണ് ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. എന്താണ്? ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും
ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു എന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് എക്സാമ്പിളായിട്ട് വരുന്നതാണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേട്ടോ. അതാണ് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം വികേന്ദ്രീകരണമാണ്. ഗ്രാമസഭകളാണ് പദ്ധതികൾ തീരുമാനിക്കുന്നത് കേട്ടോ. ഗ്രാമസഭകളാണ് പദ്ധതികൾ തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എനിക്ക് പ്രതീക്ഷയുള്ളൊരു പോയിന്റ് കൂടാണ്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുതിയ പേര് വന്നിട്ട് അത് പരിഷ്കരിച്ചു. ആ പരിഷ്കരിച്ച ഒരു രൂപമാണ് VBG റാംജി എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം. VBG റാംജി പദ്ധതി എന്താണ്? VBG റാംജി പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ MGNREGA മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ അടുത്തിടെ പുതുതായി കൊണ്ടുവന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പ്രകാരം കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവന്ന പദ്ധതിയാണ് VBG റാംജി പദ്ധതി കേട്ടോ. VBG റാംജി പദ്ധതി. അപ്പോൾ ഈ VBG റാംജി പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീണ എന്നാണ് കേട്ടോ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് VBG റാംജി പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ അടുത്തിടെയാണ് VBG റാംജി പദ്ധതി വന്നത്. അപ്പോൾ അതിൻ്റെ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ VBG റാംജി പദ്ധതിയുടെ ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് കേട്ടോ. VBG റാംജി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. അദ്ദേഹം ആരാണ്? നിലവിലെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. നിലവിലെ കേന്ദ്ര വികസന മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ് VBG റാംജി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഒരു മിനിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ VBG റാംജി ബില്ലിന്റെ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തോടെയുള്ള ഗ്രാമീണ തൊഴിലാണ് കേട്ടോ. പഠിച്ചു നോക്കണം. VBG റാംജിയുടെ ലക്ഷ്യം എന്താണ്? വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ തൊഴിൽ എന്നതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം. ലക്ഷ്യം എന്താണ്? വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ തൊഴിലാണ്. നമ്മുടെ ഈ ഒരു VBG റാംജി ബില്ല് ശിവരാജ് സിംഗ് ചൗഹാന് അവതരിപ്പിച്ച തീയതി എന്നാണ് പരീക്ഷയ്ക്ക് വയ്ക്കാം. 2025 ഡിസംബർ 16 അവതരിപ്പിച്ചത്. ഇനി ലോകസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 18. ലോകസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 18 ലോകസഭ പാസ്സാക്കിയത്. രാജ്യസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 19. തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭയും പാസ്സാക്കി. അതായത് 2025 ഡിസംബർ 19 രാജ്യസഭ പാസ്സാക്കി. അടുത്തത് ഇനി ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി കഴിഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതി ഒപ്പിടുവല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ടത് 2025 ഡിസംബർ 21 കേട്ടോ. പഠിച്ചു വെക്കണം. രാഷ്ട്രപതി ഒപ്പിട്ടത് 2025 ഡിസംബർ 21 രാഷ്ട്രപതി ഒപ്പിട്ടത് കേട്ടോ. അതുപോലെ തന്നെ അതായത് നമ്മുടെ VBG റാംജി 2026 ജൂലൈ 1 മുതൽ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പോൾ ഇപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് 2026 ജൂലൈ 1 മുതലാണ് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ്സ് അഥവാ ഈ ഒരു പദ്ധതി പ്രകാരം പരിഷ്കരിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് വർദ്ധിച്ച തൊഴിൽ ദിനങ്ങളാണ് കേട്ടോ. വർദ്ധിച്ച തൊഴിൽ ദിനങ്ങൾ അതായത് ഓരോ ഗ്രാമീണ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. നേരത്തെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസമായിരുന്നു നേരത്തേത്. ഈ 100 എന്നുള്ളത് 125 ദിവസമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. VBG റാംജി പദ്ധതിയുടെ പ്രധാന സവിശേഷതയാണ് വർദ്ധിച്ച തൊഴിൽ ദിനങ്ങൾ. അതായത് ഓരോ ഗ്രാമീണ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. ക്ലിയർ ആണ്? അടുത്തത് പുതിയ പദ്ധതി പ്രകാരം ചിലവ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ 60:40 എന്ന അനുപാതത്തിൽ പങ്കിടണം കേട്ടോ. 60:40 എന്ന അനുപാതത്തിൽ പങ്കിടണം. അപ്പോൾ പഠിച്ചേക്കണം. അതായത് ഇതിൻ്റെ ഒരു വേതനത്തിൻ്റെയൊക്കെ കണക്കില്ലേ VBG റാംജി പ്രകാരം 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരുമാണ് ഇതിൻ്റെ വേതനവും കാര്യങ്ങളും ഒക്കെ വഹിക്കുന്നത്. നേരത്തെ 90:10 അതായത് 90% കേന്ദ്ര സർക്കാരും 10% സംസ്ഥാന സർക്കാരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ VBG റാംജി ബില്ല്
ബിൽ പ്രകാരം 60% കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ 40% സംസ്ഥാന സർക്കാരുമാണ് വഹിക്കേണ്ടത്. ക്ലിയർ ആണ്? അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വേതന നിരക്ക് എത്രയാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. 2.7% കേട്ടോ. പഠിച്ചു നോക്കണേ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വേതന നിരക്ക് എത്രയാണ്? 2.7%. നമ്മുടെ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനമുള്ളത് ഹരിയാനയിലാണ് കേട്ടോ. നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം ഹരിയാനയിലാണ്. 400 രൂപയാണ് പ്രതിദിന വേതനമായിട്ട് വരുന്നത് കേട്ടോ ഹരിയാനയിൽ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവിടങ്ങളിലാണ്. 241 രൂപയാണ് കേട്ടോ. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ്. 241 രൂപയാണ് വേതനമായിട്ട് വരുന്നത്. നമ്മുടെ കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് വയ്ക്കാം. 369 രൂപയാണ് കേട്ടോ. 369 രൂപയാണ് കേരളത്തിലെ തൊഴിലുറപ്പ് വേതനമായിട്ട് വരുന്നത്. അതായത് കേരളത്തിൽ 6.65% വർധനവ് ഉണ്ടായി. അതായത് നേരത്തെ 346 ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ 23 കൂട്ടി 369 രൂപയാണ് നിലവിൽ കേരളത്തിലെ തൊഴിലുറപ്പ് വേതനമായിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ മലയാളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള നമ്മുടെ മമ്മൂട്ടിയുടെ കാറിൻ്റെ നമ്പർ എത്രയാണ്? 369 അല്ലേ? 369 അല്ലേ? അത് വെച്ച് കണക്ട് ചെയ്തോണം. നമ്മുടെ മലയാളി മമ്മൂട്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമല്ലേ? അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. നമ്മുടെ കേരളത്തിലെ നിലവിലെ കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എത്രയാണ്? 369 രൂപയാണ്. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം കേട്ടോ. പഠിച്ചു നോക്കണം. തൊഴിൽ നിയമ നിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണമാണ്. നമുക്ക് നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് നോക്കാം. തൊഴിൽ നിയമങ്ങൾ, ലേബർ ലോസ് കേട്ടോ. തൊഴിൽ നിയമങ്ങൾ പ്രധാനമായും രൂപപ്പെടുത്തിയിരിക്കുന്നത് താഴെ പറയുന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ഏതൊക്കെയാണ്? സാമൂഹ്യ നീതി കേട്ടോ. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. അതായത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള സാമ്പത്തികമായ അസമത്വം പരിഹരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഒറ്റപ്പെട്ട ഒരു തൊഴിലാളിക്ക് വലിയ ഒരു കമ്പനിയുമായി തുല്യനിലയിൽ വിലപേശാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. ഇനി ക്ഷേമരാഷ്ട്ര സങ്കല്പം കേട്ടോ. ക്ഷേമരാഷ്ട്ര സങ്കല്പം അതായത് തൊഴിലാളികൾക്ക് മാന്യമായ വേതനം, സുരക്ഷിതമായ ജോലി സാഹചര്യം, കൃത്യമായ ജോലി സമയം എന്നിവ ഉറപ്പാക്കാൻ സർക്കാർ നിയമങ്ങളിലൂടെ ഇടപെടുന്നു. ഇനി മൂന്നാമത്തെയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ILO എന്ന് പറയും. ലോകമെമ്പാടുമുള്ള തൊഴിൽ നിയമങ്ങൾക്ക് അടിസ്ഥാനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ILO ആണ്. തൊഴിൽ ഒരു ചരക്കല്ല, ലേബർ ഈസ് നോട്ട് എ കോമോഡിറ്റി എന്നതാണ്. തൊഴിൽ ഒരു ചരക്കല്ല എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 39, 41, 42, 43 ആർട്ടിക്കിൾ 39, 41, 42, 43 എന്നിവ തൊഴിലാളികളുടെ അവകാശങ്ങളുടെയും ക്ഷേമത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണെന്നാണ് വെച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്. മനുഷ്യ വികസന സൂചികയാണ് കേട്ടോ. മനുഷ്യ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയും. അതാണ് മനുഷ്യ വികസന സൂചിക. ഇന്ന് എന്താണെന്ന് നോക്കാം. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ മനുഷ്യ വികസന സൂചിക രൂപീകരിച്ചത് 1990-ൽ പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മഹബൂബ് ഉൽ ഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നും ചേർന്നാണ് വികസിപ്പിച്ചത്. പഠിച്ചു വെക്കണേ. HDI അഥവാ മനുഷ്യ വികസന സൂചിക രൂപീകരിച്ചത് 1990-ൽ ഈ പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള മഹബൂബ് ഉൽ ഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെന്നും ചേർന്നാണ് വികസിപ്പിച്ചത്.
ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു മനുഷ്യ വികസന സൂചികയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായി 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് HDI കണക്കാക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ആയുർദൈർഘ്യമാണ്, ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. എന്താണ്? ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ആയുർദൈർഘ്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അറിവിനെ സൂചിപ്പിക്കുന്നു. പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം, ജീവിത നിലവാരത്തെ സൂചിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാം, ഇനി റിലേറ്റ് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. HDI കണക്കാക്കുന്ന, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കണക്കാക്കുന്ന മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, പ്രതിശീർഷ വരുമാനം. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ഈ ആയുർദൈർഘ്യം പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്ന് ചോദിക്കാം. ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDP ആണ് എല്ലാ വർഷവും ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. അപ്പോൾ മനുഷ്യ വികസന റിപ്പോർട്ട് HDR 2025-26, അതായത് UN മാനവ വികസന സൂചിക 2025-26 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130ാം സ്ഥാനമാണ് കേട്ടോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2025-26 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സ്ഥാനം 130ാം സ്ഥാനമാണ്. HDI മൂല്യം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ മൂല്യം, ഇന്ത്യയുടെ HDI സ്കോർ എത്രയാണെന്ന് ചോദിക്കാം. 0.685 ആണ് കേട്ടോ. 0.685 ആണ്. 0.685 ആണ് ഇന്ത്യയുടെ നിലവിലെ HDI സ്കോർ. ഇത് ഇന്ത്യയെ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന വിഭാഗത്തിൽ നിലനിർത്തുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയെ നിലവിലെ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന വിഭാഗത്തിലാണ് നിലനിർത്തുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ ആഗോള തലത്തിൽ 1ാം സ്ഥാനത്തേക്ക് എന്നത് ഐസ്ലൻഡ് ആണെന്നൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ആഗോള തലത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 130 ആണ്. ഇന്ത്യയുടെ സ്കോർ 0.685 ആണ് കേട്ടോ. ഇത് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഒന്നുകൂടെ ജസ്റ്റ് നമുക്ക് നോക്കിപ്പോവാം. അതായത് മറ്റു ഓപ്ഷനിൽ തന്നിരിക്കുന്നത് GDP ആണ്. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യമാണ്. ഇത് സാമ്പത്തിക വളർച്ചയുടെ അളവ് കോലാണ് കേട്ടോ. അപ്പോൾ എന്താണ് GDP എന്ന് പറഞ്ഞാൽ? എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. GDP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യമാണ്. ഇത് സാമ്പത്തിക വളർച്ചയുടെ അളവുകോലാണ്. പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം. പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ മൊത്തം വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ മൊത്തം വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇനി ധനക്കമ്മി എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കേട്ടോ. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ആകെ വരുമാനത്തെക്കാൾ അഥവാ കടം വാങ്ങുന്നത് ഒഴികെ കൂടുതൽ ചെലവ് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിന്റെ ആകെ വരുമാനത്തെക്കാൾ അഥവാ കടം വാങ്ങുന്നത് ഒഴികെയുള്ള ആകെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഒരു കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിൽ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പലപ്പോഴും പ്രിലിംസ് അങ്ങനെയാണല്ലോ, പ്രിലിംസ് പരീക്ഷകൾ അങ്ങനെയാണല്ലോ. ഒന്നാമത്തെ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകളായിരിക്കും രണ്ടാമത്തെ പ്രിലിംസ് 2-3 ഭാഗത്തെ പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് നമ്മൾ ആക്സസ് ചെയ്യാൻ തരുന്നതാണ് ഈ ഒരു നോട്ടൂടെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തണേ. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തണേ. അപ്പം ക്ലാസ് നമ്മുടെ ഈ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ക്ലാസ് അവസാനം വരെ കണ്ട നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു ഓൾ.